ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ അത് അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസമായിട്ട് ഇഡലി സാമ്പാറാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സ്വത്തുവിനൊന്നും ഇഡലി വേണ്ട, ദോശ മതി എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് ദോശമാവൊക്കെ എടുത്ത് വെച്ചു. പാൽ പാക്കറ്റും ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായക്കുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ചായ വയ്ക്കാൻ വേണ്ടി ചായപാത്രമൊക്കെ എടുത്തു കേട്ടോ. അതൊന്നുകൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി ചായക്കുള്ള വെള്ളമൊക്കെ അടുപ്പിൽ വെച്ചു. ഗ്യാസൊക്കെ കത്തിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസം സ്വത്ത് കട്ടൻ ചായയാണ് രാവിലെ കുടിച്ചത്. അപ്പോൾ ഇന്ന് പാൽ ചായ തന്നെയാണ് ഉണ്ടാക്കുന്നത്. സ്വത്തുവിന് ചെറിയൊരു പനിയും പിന്നെ വയറുവേദനയായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഹോസ്പിറ്റലിലൊക്കെ പോയി. ഇന്നലെ സ്കൂളിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മരുന്നൊക്കെ കഴിച്ച് കുറവുണ്ട്, ഇന്ന് സ്കൂളിൽ വിടണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ 2 ദിവസം ഇഡലിയാണല്ലോ, ഒന്ന് ദോശ മതിയെന്ന് ആദ്യമേ സ്വത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദോശയും സാമ്പാറുമാണ്. അപ്പോൾ ഇന്ന് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു. പാല് ഞാനിതാ കുറച്ച് ഗ്ലാസ്സിലാക്കി വെച്ചതാണ്. അങ്ങനെ വെള്ളമൊക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. എനിക്ക് കടുപ്പത്തിലുള്ള ചായ കുടിക്കാനാണ് ഇഷ്ടം. ഞാനിപ്പോൾ 2 ദിവസമായിട്ട് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ സാമ്പാറൊക്കെ വൈകിട്ടാണ്, ഉച്ചയാവാറാകുമ്പോഴേക്കാണ് ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ചട്നി ഉണ്ടാക്കുകയാണ് രാവിലെ ചെയ്യാറുള്ളത്. ദോശയും ചട്നി, ഇഡലി ചട്നിയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ വിചാരിച്ചു ഒറ്റയടിക്കാണ്ട് പണി തീരുമല്ലോ, കറി അങ്ങോട്ട് റെഡി ആവുമല്ലോ. ഉച്ചയ്ക്കുള്ള കറിയായി, രാവിലത്തേക്കുള്ളതുമായി. അപ്പോൾ ഞാൻ സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് കഴുകി കുക്കറിൽ അടുപ്പിൽ വയ്ക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പരിപ്പിൻ്റെ കൂടെ ഞാൻ ഉരുളക്കിഴങ്ങും കൂടി അങ്ങോട്ട് നുറുക്കിയിട്ടിട്ടുണ്ട്. സ്വത്തുവിന് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. ഉരുളക്കിഴങ്ങ് ഫ്രൈ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചായക്ക് പൊടി ഇട്ടിട്ടുണ്ട്. അതേപോലെ ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തു. ഞാൻ എപ്പോഴും ഒരു സ്പൂൺ ഉപയോഗിച്ച് പാലൊഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇളക്കാറുണ്ട് കേട്ടോ. അത് പതിവാണ്. അങ്ങനെ ചായയൊക്കെ റെഡി ആയിട്ടോ. ചായയിൽ നിന്ന് ഏലക്ക ഇട്ടിട്ടുണ്ട്. ഏലക്ക ഇട്ട ചായ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചായ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാനിതാ കുക്കറിൽ പരിപ്പും അതേപോലെ ഉരുളക്കിഴങ്ങും അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതങ്ങനെ അടുപ്പിൽ വെച്ച് ഞാൻ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പോയി. ചായ കുടി കഴിഞ്ഞിട്ടാണ് ഞാനിത് ഈ പച്ചക്കറിയൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കുന്നത്. കുമ്പളങ്ങിയും വെണ്ടയ്ക്കും തക്കാളിയും സവാളയും മാത്രമേ ഉള്ളൂ. കയ്പ്പയ്ക്കുണ്ട്, പക്ഷെ ഞാനത് ഇടുന്നില്ല. അങ്ങനെ ഞാനിതാ പച്ചക്കറികളൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അതിനിടയിലാണ് പെസായിട്ട് വന്നത്. കാരണം 2-3 ദിവസമായി ഉള്ളിത്തണ്ട് വാങ്ങി വെച്ചിട്ട് അത് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. അപ്പോൾ അതെന്താണ് വെക്കാത്തത്, അത് ഇന്ന് ഉച്ചയാകുമ്പോഴേക്കും ഉപ്പേരി വെക്കാമെന്ന് പറയുമായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ അത് അരിയുമ്പോൾ ഭയങ്കര കണ്ണ് നീറലാണ്. ഈ സവാളയൊക്കെ അരിയണത് പോലെ കണ്ണിൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനത് വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞതാണ്. ഒരു പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ പിന്നെ അത് വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷേ എന്തോ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ വെച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഉച്ചയാകുമ്പോഴേക്കും അതുകൂടി അങ്ങോട്ട് റെഡിയാക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ സാമ്പാർ വയ്ക്കാനുള്ള എല്ലാ കഷ്ണങ്ങളൊന്നുമില്ല, ഉള്ളത് കൊണ്ടൊരു സാമ്പാർ. അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് നുറുക്കിയെടുത്ത്, വെണ്ടയ്ക്ക മാത്രം നുറുക്കിയെടുത്തിട്ടില്ല. അത് പിന്നെ നുറുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കാണ് കുക്കർ വിസിലടിച്ചത്. പരിപ്പും ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പാത്രം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴുകി വെച്ചത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോഴാണ് ഈ ഇഡലി പാത്രത്തിലാണ്ട് ഇറക്കി വെച്ചിരിക്കുകയാണ് കഴുകിയിട്ട്. അങ്ങനെ പാത്രമൊക്കെ അങ്ങോട്ട് കെട്ടി. ഇനി ഈ പരിപ്പും അതേപോലെ ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് പാത്രത്തിലോട്ട് ഒഴിച്ച് വയ്ക്കാം. കാരണം ഈ കുക്കറിൽ തന്നെയാണ് ഞാൻ കറിയെല്ലാം വെക്കാറുള്ളത്. അങ്ങനെ കുക്കർ അങ്ങോട്ട് അടുപ്പിൽ വെച്ചിട്ട് ഗ്യാസ് കത്തിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പച്ചക്കറിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഉരുളക്കിഴങ്ങും പരിപ്പും വേവിച്ചിട്ടുണ്ടായിരുന്ന ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം കൂടി അവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. വീട്ടിലെ മഞ്ഞൾ പൊടിച്ച് കൊണ്ടുവന്നതാണ്. അങ്ങനെ വീട്ടിൽ പോയി വരുമ്പോഴൊക്കെ മഞ്ഞൾപ്പൊടി, അതുപോലെ പുളി, പിന്നെ കുരുമുളക്, തേങ്ങ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇനിയും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇട്ട് കൊടുത്ത കഷ്ണങ്ങളൊക്കെ അവിടെ വേവട്ടെ. അപ്പോഴേക്കും വെണ്ടയ്ക്ക അരിയണം. അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. വെണ്ടയ്ക്ക മാത്രമാണ് ഇനി ഇട്ട് കൊടുക്കാനുള്ളത് പച്ചക്കറിയായിട്ട്. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക അങ്ങോട്ട് അരിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കേടൊന്നുമില്ല കേട്ടോ, നല്ല വെണ്ടയ്ക്കയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ തേങ്ങയൊക്കെ അങ്ങോട്ട് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ജീരകം കൂടി ചേർത്താണ് അരച്ച് വെച്ചത്. അപ്പോൾ എപ്പോഴും സാമ്പാറൊക്കെ വെക്കുമ്പോൾ ഞാൻ തേങ്ങ വറക്കുകയാണ് ചെയ്യാറുള്ളത്, വറുത്തരച്ചിട്ടാണ് വെക്കാറുള്ളത്. അപ്പോൾ വെണ്ടയ്ക്ക ഇടാറായിട്ടോ. ഇനി വെണ്ടയ്ക്ക ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. അതിന് മുന്നേ തന്നെ ഞാൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളക്കി നോക്കി. കഷ്ണങ്ങളൊക്കെ
വേവാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്തിട്ട് കൊടുക്കണം, വെണ്ടയ്ക്ക കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി. അങ്ങനെ വെണ്ടയ്ക്കൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് പരിപ്പും ഉരുളക്കിഴങ്ങും ഒന്ന് വേവിച്ച് ഒഴിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ അതുകൂടി അങ്ങോട്ട് കഷ്ണങ്ങളിലോട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ പുളി കൂടി വെള്ളത്തിലിട്ട് വെക്കണം, അതും ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ പുളി താഴെയാണ് വെച്ചിട്ടുള്ളൊരു പാത്രത്തിൽ, അതെടുത്ത് കുറച്ച് വെള്ളത്തിലിട്ടത്. നല്ല പുളിപ്പുള്ള പുളിയാണ് കേട്ടോ, അതുകൊണ്ട് കുറച്ച് ഒഴിച്ചാൽ മതി. അങ്ങനെ ഞാൻ പുളി കൂടി അവിടെ വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. സ്വത്തും ബസാറിനൊന്നും ഇതുവരെ എണീറ്റിട്ടില്ല. അപ്പോൾ സ്വത്തും എണീക്കുമ്പോഴേക്കും കറിയും ദോശയും ചായ പിന്നെ ആദ്യം റെഡി ആയല്ലോ. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി വെക്കണം. പിന്നെ സ്വത്തുവിന് കുളിക്കാനുള്ള വെള്ളം അടുപ്പിൽ വെക്കണം. സ്വത്ത് ഇതുവരെ എണീച്ചിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയെ പോയിട്ട് വിളിക്കും, എന്നാലെയാണ് നേരത്തെ വിളിക്കാൻ തുടങ്ങിയാലെയാണ് എഴുന്നേക്കുള്ളൂ. അപ്പോൾ ഞാൻ ദോശ മാവൊക്കെ അങ്ങോട്ട് ഇളക്കി കൊടുത്ത് ഉപ്പിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ദോശപ്പാനൊക്കെ അടുപ്പിൽ വെച്ചു കേട്ടോ. ഇനി ദോശ ഉണ്ടാക്കണമല്ലോ. ഒന്ന് സ്വത്തുവിൻ്റെ ഫേവറേറ്റ് ദോശയാണല്ലോ, സ്വത്തുവിന് വേണ്ട, അല്ലെങ്കിൽ സ്വത്തുക്കുട്ടി എണീച്ച പിണങ്ങും. അപ്പം ഇന്ന് ദോശയാണ്, ക്രിസ്പി ദോശ. സ്വത്തുവിന് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് 3 പേർക്കും ദോശ തന്നെയാണ് ഇഷ്ടം. അങ്ങനെ മാവൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം അങ്ങോട്ട് വട്ടത്തിൽ കറക്കണം, എന്നാലെയാണ് എനിക്ക് ആ റൗണ്ട് അങ്ങോട്ട് കിട്ടുള്ളൂ. ഞാൻ കുറച്ച് സമയം കറക്കിക്കൊണ്ട് നിൽക്കുക. അങ്ങനെ ദോശ ഒക്കെ കറങ്ങി വന്നു. നെയ്യൊഴിച്ച ദോശയൊന്നും സ്വത്തുവിന് ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അതിൻ്റെ മണം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ. അങ്ങനെ ഒരടുപ്പിൽ ദോശയും ഒരടുപ്പിൽ സാമ്പാറും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തേങ്ങ വറുത്തരച്ച് വയ്ക്കുമ്പോൾ പിന്നെ പ്രത്യേകം മല്ലിപ്പൊടി മുളക് പൊടിയൊന്നും കഷ്ണത്തിലിടേണ്ട ആവശ്യമില്ലല്ലോ, ആ തേങ്ങയെ തന്നെ അങ്ങോട്ട് ഉണ്ടാവുമല്ലോ. എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല കറിയിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്നാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ വേഗം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എടുത്തിടുകയാണ് ചെയ്യണത്. കുറച്ച് സാമ്പാർ പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പൊടികളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും ദോശ റെഡി ആയിട്ടുണ്ട്. ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതുകൂടി ഒന്ന് പിഴിഞ്ഞിട്ട് കഷ്ണങ്ങളിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കിയതാണ്, കുക്കറൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുറന്ന് നോക്കിയതാണ് കഷ്ണങ്ങളൊക്കെ വെന്തോ എന്നുള്ളത്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി പുളി അങ്ങോട്ട് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ അരച്ച് വെച്ച തേങ്ങ കൂടി അങ്ങോട്ട് കഷ്ണത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം. തേങ്ങയും ജീരകം കൂടിയാണ് അരച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൂടി അങ്ങോട്ട് കഷ്ണത്തിലോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാനൊന്ന് സ്പൂൺ എടുത്ത് ഇളക്കി. എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അപ്പം ഒന്ന് ഇളക്കി നോക്കണേ. അങ്ങനെ ഞാനൊന്ന് ഇളക്കിയിട്ട് വീണ്ടും ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി അവിടെ ഇട്ട് കൊടുത്തു. ഈ വറുത്തരച്ച സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇന്ന് തേങ്ങ വറുത്തരയ്ക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ദോശയും സാമ്പാറൊക്കെ റെഡിയാവുന്നതിന് മുന്നേ സ്വത്തുമൊക്കെ എണീച്ചു കേട്ടോ. സ്വത്ത് റൂമിലിരിക്കുന്നുണ്ട്. എണീറ്റിട്ട് അടുക്കളയിലോട്ട് വന്നിട്ടില്ല. ചില സമയത്തൊക്കെ എണീച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ അടുക്കളയിലോട്ട് ഓടി വരാറുണ്ട്. അങ്ങനെ ഞാൻ ദോശയൊക്കെ കുറച്ചൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. സാമ്പാറും റെഡിയായി കഴിഞ്ഞു കേട്ടോ, തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാമ്പാറൊക്കെ ഇറക്കി വെച്ചിട്ട് ഞാൻ അതിലോട്ട് കടുകൊക്കെ പൊട്ടിച്ചിടണമല്ലോ, കറിവേപ്പിലയില്ല. അപ്പോൾ ഞാൻ കടുക് പൊട്ടിച്ചിടുകയാണ് ചെയ്യണത്. പിന്നെ ഞാനിതാ സ്വത്തുവിനുള്ള കുളിക്കാനുള്ള ചൂടുവെള്ളമാണ് അടുപ്പിൽ വെച്ചിട്ടുള്ളത്. തല കുളിക്കണില്ല സ്വത്തു, ജലദോഷം കാരണം. അപ്പോൾ മേല് കഴുകുക മാത്രമേ ചെയ്യണുള്ളൂ. പിന്നെ കറിയിലോട്ട് അങ്ങോട്ട് കടുകും ഒക്കെയാണ് വറ്റൽമുളകൊക്കെ പൊട്ടിച്ചിടട്ടെ. അങ്ങനെ രാവിലത്തേക്ക് കഴിക്കാനുള്ള സാമ്പാറും ദോശയൊക്കെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. രാവിലെ തന്നെ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ്. ഉച്ചത്തേക്ക് ചോറും ഉപ്പേരിയും മാത്രം റെഡിയാക്കിയാൽ മതിയല്ലോ. മീനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉണക്കമീനുണ്ട്, പക്ഷെ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മീനൊന്നും വറുക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി സ്വത്തുവിനെ ഒന്ന് കുളിപ്പിക്കണം, സ്വത്തുവിന് കഴിക്കാൻ കൊടുക്കണം, സ്കൂളിലോട്ട് റെഡിയാക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ സ്വത്തുവിൻ്റെ പ്രാവുകളെയും കോഴികളെയൊക്കെ വിടണം. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കൂട്ടാക്കണേ.